ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10th പ്രിലിംസ് സ്റ്റേജ് 1-ൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ നടക്കാനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറും തമ്മിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേജിൽ നടന്ന ഇന്ത്യൻ ജോഗ്രഫി ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT NCERT പാഠഭാഗങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സയൻസ് ചോദ്യങ്ങൾ 2 സ്റ്റേജിലും ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. SCERT പാഠഭാഗം ഓരോ ക്വസ്റ്റ്യൻ്റെയും ഏത് ഭാഗത്ത് നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാതുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. ഭരണഘടനയിൽ അധികം ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നില്ല പഠിക്കാനായിട്ട്. വരുന്ന ചാപ്റ്റേഴ്സ് കുറച്ച് ഡീപ്പായിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭരണഘടനയിൽ SCERT ചാപ്റ്റേഴ്സ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ LDC, അതുപോലെ കമ്പനി ബോർഡ് LGS എന്നീ എക്സാമുകളുടെ ഒക്കെ നമുക്ക് SCERT ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2 ക്ലാസ്സാണ് ഞാൻ അതിൽ SCERT ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് മൗലിക അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തത് ഇതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന വേറൊരു SCERT ചാപ്റ്റേഴ്സ്, കുറച്ചധികം SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പോലെ അല്ലേ, കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് SCERT പാഠഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, അല്ലാതെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അത് SCERT ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി SCERT ചാപ്റ്റേഴ്സും കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെങ്ങാനും എടുക്കാം. ആ ഒരു SCERT ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് എന്തായാലും ആ 2 ചാപ്റ്റേഴ്സ് രണ്ട് വീഡിയോ ആണത്. ഒരെണ്ണത്തിൽ മൗലികാവകാശങ്ങളും കടമകളും ആ ഒരു ഭാഗം മാത്രമാണ് വരുന്നത്. രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പഠിക്കാനുള്ള SCERT പാഠഭാഗങ്ങളാണ്. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ SCERT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ VFA 2026 SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ 2 എക്സാം, കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള 2 എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന്. നമുക്ക് ഇനി അടുത്ത പരിഘട്ടങ്ങൾ ഇപ്പോൾ 3, 4 ഘട്ടം വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം ക്യാൻസൽ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സാം എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി എക്സാം പഠിക്കാനായിട്ടുള്ളവർക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ക്ലാസ് 5, ക്ലാസ് 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നും ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ന്യൂ SCERT, ഇപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കാണാനായിട്ട് ഈസിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. പിന്നെ ക്ലാസ്സോട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിരുന്നു NCERT ചാപ്റ്റേഴ്സ് വേണം എന്നുള്ളത്. അത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്നതും അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായി, ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ മുതൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഏത് ആർട്ടിക്കിളാണ്? 51A പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, 3 ആണ്. നമുക്കത് വരുന്ന SCERT ചാപ്റ്റർ നോക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. 2 സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു ചാപ്റ്ററിൽ മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ മൗലിക അവകാശങ്ങളിലേക്ക് എത്തിയെന്നുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും പറയുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ.
സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ആരാണ് പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് SCERT കാരണം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യൻ പൗരൻ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. പൗരർ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു കമ്മിറ്റിയാണെന്ന് പറയുന്നത് സർദാർ സരൺ സിംഗ് കമ്മിറ്റി അല്ലേ. 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 4A. അപ്പോൾ ഭാഗം 4A ഇതിനെ കുറിച്ച് പറയുന്നത് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ഏത് ഭാഗമാണ്? 4A പറയുന്നത്. 1976 42 ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് കേട്ടോ. ഇത് പ്രകാരം 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ എന്ന് പഠിച്ചു വെച്ചിരിക്കാം. അതുപോലെ തന്നെ ഇത് പ്രകാരം 51A അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ട് തീർന്നത്. 51A ആണ്. അപ്പോൾ ഇവിടെ എന്താ പഠിച്ചിട്ടുള്ളത്? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് പാർട്ട് 4A ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലോ 51A. അതുപോലെ തന്നെ കമ്മിറ്റി ഏത്? ശുപാർശ പ്രകാരം ഏത് കമ്മിറ്റിയാണ്? സർദാർ സരൺ സിംഗ് കമ്മിറ്റി ആണല്ലേ. സർദാർ സരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം 1976 42 ഭേദഗതിയിലൂടെയാണ് ഈ 10 മൗലിക കടമകൾ വന്നിരുന്നുള്ളത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര മൗലിക കടമകൾ ഉണ്ട് നിലവിൽ? 11 മൗലിക കടമകളുണ്ട്. അപ്പോൾ ഈ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 2002 86 ഭേദഗതിയിലൂടെയാണ്. 2002 86 ഭേദഗതിയിൽ എന്താ പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ഒരു അനുച്ഛേദം അല്ലേ, ഒരു ഭേദഗതിയാണെന്ന് പറയുന്നത് 2002 86 ഭേദഗതി. ഓക്കെ. അപ്പോൾ ഇത് 11ാമത്തെ മൗലിക കടമയായിട്ട് ഇത് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നവയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഇതാണ് മൗലിക കർത്തവ്യമാണ്. ശരിയാണല്ലോ. നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മൗലിക കടമയാണ്. ഇനി ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുള്ള മനോഭാവവും വികസിപ്പിക്കുക. ശരിയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മൗലിക കർത്തവ്യമാണ്. ആൻസർ ഓപ്ഷൻ D ആണ്. 1, 2, 3, 4 ശരിയാണ്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ പറയുന്നുണ്ട് അല്ലേ, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായിട്ടാണ് പൗരർ ചില കടമകൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്? പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. ഏതൊക്കെയാണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങൾ? പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക. അതുപോലെ തന്നെ എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളുമായി ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 11 മൗലിക കടമകളുണ്ട്. 11ാമത്തെ മൗലിക കടമ കൂടിച്ചേർത്തത് 2002 86 ഭേദഗതിയിലൂടെയാണ്. എന്നാൽ ആദ്യത്തെ 10 മൗലിക കടമകൾ കൂടിച്ചേർത്തത് 1976 42 ഭേദഗതിയിലൂടെയാണ്. സരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായിട്ടുള്ളതുമാണ്
എന്താണ്, ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ചിലത് എന്താണ് ധാർമ്മികമായതാണെന്നുണ്ടെങ്കിൽ ചിലത് എന്താണ് പൗരധർമ്മപരമായതുമാണ്. പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടി ബോധമുള്ളവരാകണമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്തുണ്ടായിരിക്കണം, ബോധമുണ്ടായിരിക്കണം. ഇതിനെ കുറിച്ചിട്ടെങ്കിലും ബോധമുണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതൊക്കെയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് മൗലിക കടമയാണ് അല്ലേ. ഇനി നമുക്ക് പഴയ CRT 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നാണ്. അപ്പോൾ അതിലെ മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് എന്താണ് നമ്മൾ അത് ചെയ്യാറുണ്ടോ എന്ന് അറിയുന്നതിനായിട്ടുള്ള ഉണ്ട് ഇല്ല എന്നുള്ളത് കൊടുക്കാൻ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഠിക്കേണ്ടത് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അതെന്താണ്, അതെന്ന് പറയുന്നത് എന്താ ഒരു മൗലിക കർത്തവ്യമാണ് അല്ലേ. അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കണം. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണം. പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കണം. എന്നിവയൊക്കെ എന്താണ് മൗലിക കർത്തവ്യങ്ങളാണ്. ഭരണഘടനയുടെ ഭാഗം 4ലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രം നമ്മുടെ അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതൊക്കെ നമ്മുടെ ചുമതലയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ പുതിയ CRT ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിലും പഴയ CRT ചാപ്റ്റർ നോക്കുകയാണെങ്കിലും മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പിന്നെ 2ാമത്തെ സ്റ്റേജിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. മൗലിക അവകാശങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശം. ചൂഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 23ഉം 24ഉമാണ് പറയുന്നത് അല്ലേ. ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് മൗലിക അവകാശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? 23ഉം 24ഉമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു. അത് പറയുന്നത് ചൂഷണത്തിലാണോ? അല്ല. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതായത് ആർട്ടിക്കിൾ 29, 30ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് വരുന്നില്ല. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് ശരിയാണ്. ഇനി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നു. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ അതെന്താ? റിട്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ് അല്ലേ. റിട്ടുകൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32ലാണ് ഈ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരുന്നത്. അതിലാണ് റിട്ടുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതും വരുന്നില്ല. ഇനി അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണല്ലോ. ശരിയാണല്ലേ. അടിമത്തം അതുപോലെ തന്നെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കലൊക്കെ എന്താണ്? ഈ ഒരു ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണോ? ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ്. 2ഉം 4ഉമാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി അല്ലേ. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഈ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് പഴയ CRT തന്നെയാണ്. എന്നാൽ നമുക്ക് പഴയ CRT നോക്കാം, പുതിയ CRT നോക്കാം കേട്ടോ. പഴയ CRT ആണ് എടുത്തിരിക്കുന്നത്. ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന കുട്ടികളെ കാണാം അല്ലേ. ബാലവേല ഉൾപ്പെടെ അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഈ അവകാശത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ വ്യവസായശാലകളിലും മറ്റ് അപകടകരമായിട്ടുള്ള മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? നിർബന്ധിത തൊഴിൽ, അതുപോലെ തന്നെ മനുഷ്യ കച്ചവടം
കച്ചവടം എന്നിവ നിരോധിച്ചിട്ടുണ്ട്. ഇനി 24 ആർട്ടിക്കിൾ 23 പറയുന്നത് അതാണ്. ആർട്ടിക്കിൾ 24 പറയുന്നതാണ് ബാലവേല, അതായത് വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, രണ്ടാം ഘട്ടം നടക്കാനിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഇതിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനയിലെ 19ാം വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏവ? മൗലിക അവകാശങ്ങളെക്കുറിച്ച് അല്ലേ, മൗലിക അവകാശങ്ങളിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19ലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നതാണ്, വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ടോ? വരുന്നുണ്ട്, ശരിയാണ്. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ടോ? ശരിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ടോ? ആർട്ടിക്കിൾ 19 വരുന്നില്ല അല്ലേ, അത് വരുന്നില്ല. ഇനി ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 1, 2, 4 വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. 1, 2, 4 ആണ് ആൻസർ ആയിട്ട് വരാം. അതും പഴയ SCERT ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുതിയ SCERT ഭാഗം കാണിച്ചു തരാം കേട്ടോ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെയും പ്രസംഗം കേൾക്കുന്നതിനായി ജനങ്ങൾ സമാധാനപരമായി സമ്മേളിച്ചിരിക്കുന്നതിൻ്റെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശമാണ്. മൗലിക അവകാശം എന്ന് പറയുന്നത് പാർട്ട് 3ലാണ് വരുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 36 മുതൽ 12 മുതൽ 35 വരെയാണ് അല്ലേ. 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങളിൽ 19 എന്ന് പറയുന്നതാണ് എന്ത്? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 19. ഇനി ഏതൊക്കെയുണ്ട്? സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്താണ്? ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. കണ്ടൂലേ, നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ഇതൊക്കെ നിലവരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതിൽ വരുന്നതാണ്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 19 മാത്രമാണ്. അപ്പോൾ നമുക്ക് 19 മാത്രം വരുന്നത് നോക്കാം. അങ്ങനെ കറക്റ്റായിട്ട് SCERT പറയുന്നില്ല. ഇവിടെ നമുക്ക് എവിടെ വരെയാണ്? അതെ, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, അവിടെ വരെയാണ് നമുക്ക് ആർട്ടിക്കിൾ 19 വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19 വരുന്ന ഏതൊക്കെയാണ്? സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 20ലാണ്. 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 22ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21ലാണ് കേട്ടോ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച സംരക്ഷണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, മൗലിക സ്വാതന്ത്ര്യങ്ങൾ ക്ലിയറായി. ആർട്ടിക്കിൾ 19 ക്ലിയറായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? രണ്ടാമത്തെ സ്റ്റേജിലെയാണോ. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? മാൻഡമസ് എന്ന് വെച്ചാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. പുതിയ SCERT കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ 19 മുതൽ നോക്കിയേ, ദീർഘകാല വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്.
ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇത് പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. എന്തൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ എന്താണിത്? ആർട്ടിക്കിൾ 19 പറയുന്നവയാണ്. ഓക്കെ. ഇത് കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും PVQ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 ഈ ഒരു ക്വസ്റ്റ്യനും തെറ്റായിട്ട് ചോദിക്കാം. 14 16 ഒക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 14 പകരം ചിലപ്പോൾ 16 18 എന്നായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകില്ല. വായിച്ച് പോകുമ്പോൾ ചിലപ്പോൾ എന്താണ് നമുക്ക് റോങ് ആൻസർ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയത് ആർട്ടിക്കിൾ 21A ആണ്. 2002 86 ഭേദഗതിയിലൂടെയാണ്. ഇനി ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ചിട്ട് പുതിയ സിയാട്ടിൽ പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങൾ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഏതിലാണ്? ആർട്ടിക്കിൾ 23ലാണ് നിർബന്ധിത ജോലി അല്ലെങ്കിൽ അടിമ ജോലി അതുപോലെ തന്നെ മനുഷ്യ കച്ചവടമൊക്കെ നിരോധിച്ചിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 24 നോക്കുകയാണെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നു. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? ഇതാണ് 1947 ജൂലൈ 22 ആണ് അല്ലേ? ജൂലൈ 22 ആണ്. 1950 ജനുവരി 26 പ്രത്യേകത എന്താണ്? റിപ്പബ്ലിക് ആയി അല്ലേ? 1949 നവംബർ 26 ആണെന്നുണ്ടെങ്കിലോ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് 1949 നവംബർ 26 ആണ്. അപ്പോൾ നവംബർ 26 പ്രത്യേകത എന്താണ്? ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നു. നവംബർ 26 ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മൗലിക അവകാശങ്ങൾ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് 2 പേപ്പറിലും. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ആരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? വി ഹരിനായർ ആണ് അല്ലേ? വി ഹരിനായർ ആണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണോ? ശരിയാണല്ലേ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം
പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു. അതും ശരിയാണ്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇനി കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. അത് ശരിയാണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? കോടതി പരിഗണനയിലുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റൊരാളുടെ ഒരു വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും അപകടകരമാകുന്ന അല്ലെങ്കിൽ ഭീഷണിയാകുന്ന വിവരങ്ങളൊക്കെ ലഭിക്കോ? ഇല്ലാല്ലേ? അത് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 8ാമത്തെ വകുപ്പാന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പോൾ തെറ്റാണ്. ഓക്കെ, ഇനി ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്നും 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. ശരിയാണോ? ശരിയല്ല അല്ലേ? കാരണം എന്താണ്? 250 രൂപയാണ് മിനിമം പിഴ എന്ന് പറയുന്നത്. 250 രൂപയാണ്. ഇനി മാക്സിമം പരമാവധി എന്ന് ചോദിക്കുകയാണെങ്കിൽ 25,000 രൂപയാണ്. 250 മുതൽ 25,000 വരെയാണ് പിഴ വരുന്നത്. അപ്പോൾ അതും തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് തെറ്റായ പ്രസ്താവന ഏതൊക്കെ കിട്ടി? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ? 3, 4 ആണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 2ാമത്തെ സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏത്? വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് അല്ലേ? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. അതും എന്താണ്? രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേത് കുറച്ച് ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചു. 2ാമത്തെ സ്റ്റേജിൽ ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചോദിച്ചു. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചത് മറ്റേതിലാണ് അല്ലേ? ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമമുണ്ടാക്കിയ രാജ്യം ഏതാണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമം ഉണ്ടാക്കിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വീഡൻ ആണ് അല്ലേ? വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമം ഉണ്ടാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. അപ്പോൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് പുതിയ SCERT-യിൽ ജസ്റ്റ് ഏതോ ഒരു 5ാം ക്ലാസ്സിൽ ചെറിയൊരു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ടെന്നല്ലാതെ ഡീപ്പായിട്ട് പറയുന്നില്ല. പക്ഷേ ബാക്കി മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ എന്താണ് ബാലാവകാശ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് 10ാം ക്ലാസ്സിൽ SCERT ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിൽ SCERT ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കേണ്ട ഒരു SCERT ചാപ്റ്ററാണ് പഴയ SCERT ചാപ്റ്റർ. അതായത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം എന്നാണ്. ആ ഒരു ചാപ്റ്ററിലും വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. അറിയുവാനുള്ള അവകാശം. ഓക്കെ, എന്താണ് അറിയുവാനുള്ള അവകാശം? 2005 വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. പഠിച്ചു വെച്ചിരിക്കുക. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്താണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അവകാശം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമുക്ക് 2 സ്റ്റേജിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മസ്ദൂർ കിസാൻ ശക്തി സംഘടനയിലെ രാജസ്ഥാനിലെ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 സ്റ്റേജിലും ചോദിച്ച കാരണം നമുക്ക് ഇനി വരുന്ന ഘട്ടങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ എന്താണ്? അഴിമതി നിയന്ത്രിക്കുക, അതുപോലെ തന്നെ എന്താണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നിവയാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. ഇനി വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്താണ്? കേന്ദ്ര തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കും. 11 പേരാണ് വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ഒരാൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരിക്കും, ബാക്കി 10 പേരും അംഗങ്ങളായിരിക്കും.
നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാം. നമുക്ക് വിവരം നൽകിയിട്ടില്ല, നമുക്ക് തന്നിട്ടുള്ള വിവരം തെറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് അപൂർണമാണ്, തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പീൽ നൽകാനായിട്ട് സാധിക്കും. ഇത് കമ്മീഷനെ ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ എത്ര രൂപയാണ്? 250 രൂപയാണ് പിഴ ശിക്ഷ എന്ന് പറയുന്നത്. കിട്ടിയാലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. എന്തൊക്കെയാണ് അപ്പോൾ വിവരങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? വിവരങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതുഅധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ എന്താണ്? പൊതുവിവരത്തിൽ വരുന്നവയാണ്. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടാം. നമ്മൾ നേരത്തെ കണ്ടല്ലേ പൊതു സ്ഥാപനത്തിന് മേൽ എന്താണ് നമുക്ക് ആ വിവരങ്ങൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാം. അതുപോലെ തന്നെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം. ഇനി എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ വെളിപ്പെടുത്തേണ്ടതില്ലാത്ത വിവരങ്ങളാണ് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ രാജ്യസുരക്ഷയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ടതില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? വിവരാവകാശ കമ്മീഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. തടവറകളിലെ അതിക്രമം തടയൽ, അത് വരുന്നുണ്ടോ? അധികാരങ്ങളിൽ വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ. തടവറകളിലെ അതിക്രമം തടയൽ ശരിയാണ്. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ. ഇനി ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ ഏതിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഭരണപരിഷ്കാര കമ്മീഷനായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അത് വരുന്നില്ല. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ, അത് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഏതാ വരിക? 1, 2, 4 അല്ലേ. 1, 2, 4 ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഇനി സ്റ്റേജ് 2-ൽ ചോദിച്ച ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രീ ഭരത് ലാലാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന SCRT ചാപ്റ്ററാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് എത്രാം ക്ലാസ്സാണ്? 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഈ ഒരു ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ ചാപ്റ്റർ ഉണ്ടോ? ഒരു മിനിറ്റ് കണ്ടോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട കമ്മീഷൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പക്ഷേ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് മാത്രം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത് അല്ലേ. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം.
ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ എന്താണ് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 6 അംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലാന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാണ് അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി വരുന്നത്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അത് പ്രകാരമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. മനുഷ്യാവകാശ സംരക്ഷണ അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28 ദേശീയ നിയമം പ്രാബല്യത്തിൽ വന്നത്. അതും ചോദിക്കാറുണ്ട്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിലൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ഈ നിയമത്തിലാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ നിയമത്തിലാണ് പ്രതിപാദിക്കുന്നത്. ഇനി കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ്. എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല ചോദിക്കുകയാണെങ്കിലും ഇതേ സെയിം തന്നെയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താം, അതുപോലെ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിലാണെന്നുണ്ടെങ്കിൽ കക്ഷി ചേരാം, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാം, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളിൽ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകാം, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 1998 ഡിസംബർ 11 അതുപോലെ തന്നെ 3 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. പിന്നെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. പിന്നെ എന്താണ്? ഗവർണറാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ശരിയാണോ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ശരിയാണല്ലേ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഒരു ഭാഗമാണ് അല്ലേ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ ഇതെന്താണ്? തെറ്റായ ജോഡിയാണ്. ഇനി എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, പറഞ്ഞല്ലോ, അത് ശരിയാണ്. സർക്കാരിയ കമ്മീഷനൊക്കെ എന്താണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ഇനി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്, അത് ശരിയാണ്. ഇവിടെ നമുക്ക് ശരിയായ പ്രസ്താവന, അപ്പോൾ ശരിയായിട്ട് വരുന്നത് എങ്ങനെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2 ഉം 4 അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക.
ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു. ഇനി സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണല്ലോ. സർക്കാരിയ കമ്മീഷൻ എന്നാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സർവേ ഭവന്തു സുഖിന എന്നതിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന എന്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് NHRC. NHRC എന്ന് വെച്ചാൽ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ NHRC എന്ന് പറയുന്നത്. നമ്മൾ വിട്ടുപോയി. അപ്പോൾ NHRC എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എന്താണ് മുദ്രാവാക്യമാണ് സർവേ ഭവന്തു സുഖിന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏത്? 39. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ മൗലിക അവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. എല്ലാ മൗലിക അവകാശങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ് അല്ലേ? അത് തെറ്റാണ്. ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്നു. അത് ശരിയാണ്. ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് വകുപ്പ് 21 താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനായിട്ടുള്ള അധികാരമുണ്ട്. അത് ശരിയാണോ? ശരിയല്ല. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ശരിയായ പ്രസ്താവന 2 ആണ്. ഓപ്ഷൻ ബി ആണ് വരാം അല്ലേ? ഓപ്ഷൻ ബി ആണ്. ആദ്യത്തെ ഓപ്ഷനിൽ എന്താണ്? എല്ലാ മൗലിക അവകാശങ്ങളും ക്യാൻസലാക്കപ്പെടുമെന്ന് പറയുന്നു. അത് തെറ്റാണ്. കാരണം ആർട്ടിക്കിൾ 20, 21 ആർട്ടിക്കിൾ 20ഉം 21ഉം ക്യാൻസൽ ചെയ്യപ്പെടോ ഇല്ല അല്ലേ? റദ്ദാക്കാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വകുപ്പ് 21 താൽക്കാലികമായി നിർത്തിവെക്കുവാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞു അധികാരമില്ല എന്നുള്ളത് അല്ലേ? അധികാരം തന്നെയാണ്. ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2 സ്റ്റേജിലായിട്ട് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.